ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേനൽക്കാലമായാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മളെന്ത് വേണം, നമ്മൾ അതാത് മാസം നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് വിളവെടുക്കണം. അപ്പം ഓരോ മാസം നട്ട നമ്മുടെ ഓരോ സംഭവങ്ങൾ നമ്മൾ വിഷുവിന് വിളവെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വേനൽക്കാലത്തും നമുക്കാവശ്യമായ തക്കാളി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് വിളവൊക്കെ എടുക്കാനായിട്ട് പറമ്പിലോട്ട് പോകാം, വരും. അപ്പോൾ ഞാനൊരു വലിയ കൃഷിയെക്കുറിച്ചല്ല എപ്പോഴും നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു ചെറിയ അടുക്കളത്തോട്ടം, നമുക്ക് ആവശ്യമായ ഡെയിലി വീഴുന്നതായ പച്ചക്കറികൾ നമ്മൾ വിളവെടുക്കുക. ഇപ്പം പച്ചമുളകാണെന്നുണ്ടെങ്കിലും തക്കാളി ആണെന്നുണ്ടെങ്കിലും വെണ്ടയ്ക്ക, പയർ, അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് അധികമൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അയലത്തോട്ടുകൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അയലത്തുകാരും എന്തോ വേണം, അതേപോലെയൊക്കെ കൃഷിയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷവും അയലത്തുകാരുമായിട്ട് നല്ലൊരു കണക്ഷനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ രാവിലെ ഒരു മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ. ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങിയാൽ മതി. ചൂട് കാലമൊക്കെ ആണല്ലോ. അപ്പം നമ്മൾ പറമ്പിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ നമ്മൾ കൈ കരുതാന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം അധികം വെയിലത്തൊന്നും ഇറങ്ങാതെ ഇരിക്കുക. പ്രായമുള്ളവരെയും കുട്ടികളെയൊക്കെ അധികം വെയിലത്തോട്ടൊക്കെ ഇറക്കാതെ ഇരിക്കുക. അപ്പം നമുക്ക് തക്കാളി വിളവെടുക്കാനായിട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതേപോലെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോബകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ ഗ്രോ ബാഗും അതുപോലെ നല്ല വെറൈറ്റി വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. അപ്പം വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അവിടെ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയാകും. അപ്പം ഇത്രയും ചൂടിനെ അതിജീവിച്ചാണെന്നുണ്ടെങ്കിലും നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. അപ്പം കുറേ തക്കാളി ഇങ്ങനെ ഇവിടെ പഴുത്ത് നിൽപ്പുണ്ട്. ഇത് സിക്കിം ചെറുതക്കാളിയാണ്. തക്കാളി തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു 8-9 വെറൈറ്റി തക്കാളിയുടെ വിത്തുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിൽക്കുന്ന കുറച്ച് തക്കാളിയൊക്കെ നമുക്ക് വിളവെടുക്കാം. കണ്ടതുണ്ട്, ഓരോ കൊലയിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ പഴുത്ത് കിടക്കുകയാണ്. സിക്കിം തക്കാളി, ചെറുതക്കാളി ഒരുപാട് അങ്ങോട്ട് വലിപ്പം വെക്കത്തില്ല. എന്നാൽ സാമാന്യം തെറ്റില്ലാത്തതായ തക്കാളി കൊലയായിട്ട് അങ്ങ് പിടിച്ചോളും. നോക്കിക്കേ, ഇതിപ്പം ചൂട് കൊണ്ട് അതിൻ്റെ വെയിറ്റ് കൊണ്ടും കമ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് ചാഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിടുത്തമെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത് നടാറായി. ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എന്താ വേണം, അടുത്തത് നട്ടോണം. അപ്പം എത്ര നാളും കൊണ്ട് എനിക്കിവിടെ തക്കാളി ഉണ്ടെന്നറിയാമോ? കുറേ കാലമായി തക്കാളി വാങ്ങിയിട്ട്. അപ്പം വിത്തുകളൊക്കെ വരുമ്പോൾ ഞാൻ എടുത്ത് കുറേശ്ശെ ഇങ്ങനെ ഒന്ന് പാകി വെക്കും. അപ്പോൾ ഒന്നിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് നടാനായിട്ട് പരുവാവും. കണ്ടോ, ഇതെല്ലാം നിൽപ്പുണ്ട്. നല്ല അടിപൊളി തക്കാളിയായിട്ട് നിൽക്കുന്നത്. നോക്കിക്കേ, സൂപ്പർ തക്കാളി. അപ്പം ഇതിനകത്ത് ചേർക്കേണ്ട വളപ്രയോഗമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ സ്ലറിയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നതേ, ചാരം സ്ലറി, കഞ്ഞിവെള്ളവും ചാരവും ശർക്കരയും കൂടി ഇട്ടിട്ട് ഒരു സ്ലറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് ഇഷ്ടംപോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായതേ. അപ്പം ആ വീഡിയോ കാണാത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് ഒന്ന് കണ്ടു നോക്കണേ. ഞാനിപ്പോൾ ചെടിച്ചട്ടിക്കകത്താണ് ഇത് നട്ടിരിക്കുന്നത്. എനിക്ക് ചെടിച്ചട്ടിക്കകത്തും ഗ്രോ ബാഗിനകത്തും തക്കാളി നടുന്നത് എനിക്ക് നല്ല വിജയം ആയിട്ട് തോന്നിയത് മണ്ണിൽ നടുന്നതിനേക്കാളും. അപ്പം നിങ്ങൾക്കും എങ്ങനെയാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. ചിലർക്ക് മണ്ണിൽ നടുമ്പോഴായിരിക്കും നന്നായിട്ടുണ്ടാവുന്നത്, പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ. എല്ലാ രീതിയിലും ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം പറിച്ചാലും തീരാത്ത രീതിയിലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു സൈഡിലെ പറിച്ച് കഴിഞ്ഞു, ഇനി അടുത്ത സൈഡിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അതെല്ലാം കമ്പുകൾ ചാഞ്ഞിങ്ങനെ കിടക്കുക. അപ്പോൾ എന്ത് വളവും കൊടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളം,
നമ്മുടെ വീട്ടിലെ വേസ്റ്റ് പുളിപ്പിച്ചത് എല്ലാം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. ഇനി ഇങ്ങോട്ട് പോയാൽ ഇവിടെ ചെറുത്തക്കാളിയുണ്ട്. കണ്ടോ, ചെറുത്തക്കാളി ഇങ്ങനെ കുലകുലയായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ടോ? അതിനകത്ത് കാടും ഒക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ചെറുത്തക്കാളി. ഇതൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ വരുമ്പം പറിച്ച് അങ്ങ് വയലിലോട്ട് ഇട്ടാൽ മതി. നല്ല രസമാണ് ഇത് തിന്നാൻ. ചുണ്ടയ്ക്ക മാതിരി ഇങ്ങനെ ഇരിക്കും. പച്ചത്തക്കാളിയും തോരൻ വയ്ക്കാം കേട്ടോ, നല്ല സൂപ്പറാണേ. എല്ലാം നമ്മൾ പഴുപ്പിച്ച് പറിക്കാതെ ഇടയ്ക്കൊക്കെ പച്ചത്തക്കാളി വെച്ചിട്ട് തോരൻ വയ്ക്കണം. നോക്കിക്കേ, നമ്മുടെ തക്കാളി ഉണ്ടോ, ഈ കൊടും വേനലിൽ നമുക്ക് എത്രയും തക്കാളിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ കളിച്ച കാര്യമാണ്. അപ്പം തക്കാളിക്ക് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നിങ്ങൾ സീസണൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ നമ്മൾ നട്ടാലും നമുക്ക് ആവശ്യമുള്ളതായ തക്കാളി കിട്ടും. പിന്നെ സീസൺ അനുസരിച്ച് നമ്മൾ സെപ്റ്റംബർ മാസം അങ്ങോട്ട് നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും. ഇതിപ്പം കണ്ടില്ലേ, എന്നിട്ടും ഈ സമയത്ത് പോലും നട്ടിട്ട് നമുക്ക് ഇത്രയൊക്കെ വിളവ് കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഗ്രോ ബാഗിനകത്തോ ഏതെങ്കിലും പഴയ സഞ്ചിക്കകത്തോ കവറിനകത്തോ എങ്കിലും നമ്മളൊരു 4-5 മൂട് തക്കാളി നടാനായിട്ട് ശ്രമിക്കുക. അപ്പം ഉണ്ട് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ തക്കാളി നടുന്നത് കണ്ടോ, ഇത് കൊള്ളാലോ വെച്ചാൽ ഇത് കണ്ടോ, അടിപൊളി. ഇത് നോക്കിക്കേ, ഒരു കിളിയുടെ ചുണ്ട് മരമുണ്ട് അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഓരോരോ രീതിയിലാണ്. വേറൊരു ഷേപ്പ് ഉണ്ടായിരുന്നു. ഓരോരോ ഷേപ്പൊക്കെ കാണുമ്പോൾ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. എന്നാൾ പറിച്ചപ്പം വേറൊരു ഷേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ട, വേറെ അടുത്ത തുമ്പിക്കൈ ഇറങ്ങി വരുന്ന മാതിരി. ഓക്കെ, എന്തായാലും നമ്മൾ വലിയ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായതിലധികം നമുക്ക് തക്കാളി കിട്ടിക്കഴിഞ്ഞു. എല്ലാവരും കൃഷി ചെയ്യുക. ഒരു 8-9 ടൈപ്പ് വെറൈറ്റി തക്കാളിയുടെ വിത്തുകളുണ്ട്. ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ച് നമ്മുടെ പറമ്പിലോ ഗ്രോ ബാഗിലോ ടെറസിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാ തക്കാളി വിത്തുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പം നട്ടാൽ നമുക്ക് നമ്മൾ വേണ്ടതായ പരിചരണം കൊടുത്താൽ, ആവശ്യമായ വെള്ളവും വളവും ഒക്കെ കൊടുത്താൽ നമ്മുടെ വീട്ടിലെ വളങ്ങളൊക്കെ മതി കേട്ടോ. നിങ്ങൾ കാശ് കൊടുത്തൊന്നും വളങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റുകൾ, ചാരം, കഞ്ഞിവെള്ളം ഇങ്ങനെയുള്ളതായ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിളവെടുക്കാം. നിങ്ങൾക്ക് ഈ തക്കാളിയുടെ വിളവെടുപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഈ തക്കാളി നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. മിനീസ് ലൈഫ് സ്റ്റൈൽ തക്കാളി കൃഷി നിന്ന് അടിച്ചു നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വിത്തുകൾ ഗ്രോ-ബാഗുകളൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.